ജിയോണ് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവളുടെ ക്ലയന്റായ ഗനേൽ ഹോട്ടലിന്റെ അടുത്തൊക്കെ തുറന്നു പറയുകയാണ്. ഷെഫ് ഹാനിന്റെ കൈക്ക് ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതായിരുന്നു. അതിന്റെ ബുദ്ധിമുട്ടൊക്കെ അയാൾക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അയാളും കൂടെ അസിസ്റ്റന്റ് ഷെഫിനെ വെക്കുകയായിരുന്നു. അതല്ലാതെ അവർക്ക് തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. സോ അയാൾക്ക് മാത്രമായിട്ടൊക്കെ ജോലി കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് കൂടി അവളും സജസ്റ്റ് ചെയ്യുന്നു. ഷെഫ് ഹാനിന്റെ അടുത്തും ഇതുപോലെ സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞതിന് ശേഷവും ഷെഫിനെ ജോലിക്കായിട്ട് ഗനിൽ ഹോട്ടലുകാരെ സെലക്ട് ചെയ്തു എന്നും പക്ഷെ അസിസ്റ്റന്റിനെ ഇനിയും കൂടെ കൂട്ടുകയാണെങ്കിൽ വീണ്ടും ജോലി ചെയ്യുന്ന സ്ഥലത്തും ഇതുപോലെ അവര് രണ്ടുപേരെയും ചേർത്ത് റൂമേഴ്സ് ഒക്കെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അസിസ്റ്റന്റിനെ സെലക്ട് ചെയ്തില്ല എന്നുമുള്ള കാര്യം എല്ലാം തന്നെ ജിയോണും പറഞ്ഞൊക്കെ കൊടുക്കുന്നു. അവന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ അറിഞ്ഞിട്ട് പോലും അവന് ജോലിയൊക്കെ കൊടുത്തത് കൊണ്ട് തന്നെ അതിന്റെ ഒരു സന്തോഷമൊക്കെ അവനുണ്ടായിരുന്നു. അതേസമയം അസിസ്റ്റന്റിനെ കൂടെയുള്ള ബാക്കി സ്റ്റാഫ്സ് ഒന്നും തന്നെ കൂട്ടാത്തതൊക്കെ അവൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ കണ്ടില്ല എന്ന് പോലും അവൻ നടിക്കുകയാണ്. മാത്രമല്ല ഗനേൽ ഹോട്ടലിന് വേണ്ടി വർക്ക് ചെയ്യുവാനായിട്ടൊക്കെ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ അസിസ്റ്റന്റിനെയൊക്കെ അവർ തരുമല്ലോ. സോ ഞാനും ഹാപ്പിയാണെന്നുള്ള രീതിക്കൊക്കെ ആയിരുന്നു അയാളും പറഞ്ഞത്. ഷെഫിനെ മാത്രമാണ് ജോലിക്ക് എടുത്തതെന്നൊക്കെ ഷെഫ് അസിസ്റ്റന്റിനോട് പറയുമ്പോഴത്തേക്കും അവൾ ആകെ തകർന്നു പോകുന്നു. "നീ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ എന്റെ കരിയർ കൂടി നീ നോക്കിക്കോളാമെന്നൊക്കെ വാക്ക് നൽകിയതല്ലേ. ഞാനും എനിക്ക് വേറെ പ്ലാൻസ് ഉണ്ടായിട്ട് പോലും അതൊക്കെ വിട്ട് ഇത്രത്തോളം റൂമേഴ്സ് ഒക്കെ കേട്ട് നിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ നീ ഒറ്റയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും എന്നെക്കുറിച്ച് മോശമായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. ഇവരുടെ ഇടയിൽ ഞാൻ എങ്ങനെയാണ് ജോലി ചെയ്യുക? ഞാൻ വളരെ കഷ്ടപ്പെട്ട് തന്നെ വർക്കൊക്കെ ചെയ്തോളാം. ദയവ് ചെയ്ത് എന്നെയും കൂടി കൂട്ടിക്കൊണ്ട് പോകുമോ എന്നൊക്കെ അവളും ചോദിക്കുന്നൊക്കെയുണ്ട്. ഇത്രയും കാലം എന്റെ കൈയുടെ കാര്യമൊക്കെ നീ രഹസ്യമാക്കി വെച്ചല്ലോ. ഇനിയും അങ്ങനെ തന്നെ അത് ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളും പോകുന്നു. പണ്ടൊരിക്കൽ കുക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അസിസ്റ്റന്റ് ഷെഫിന് ഒരു മിസ്റ്റേക്ക് ഒക്കെ പറ്റിയിട്ട് അവളുടെ കൈ പൊള്ളിയ സമയത്ത് എല്ലാവരും തന്നെ അവളെ കളിയാക്കിയൊക്കെ ചിരിച്ചിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ അവളും ഇപ്പോൾ ഓർക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവളും നേരെ ഉൺഹോയുടെ അടുത്തേക്കൊക്കെ ചെല്ലുന്നു. ഷെഫ് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ മറ്റാരോടും പറഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും ഷെഫ് എന്നെ ഒറ്റയ്ക്കാക്കിയൊക്കെ പോവുകയാണ്. എനിക്ക് കുക്കിംഗ് അത്രത്തോളം ഇഷ്ടമുള്ള ഒരു കാര്യമൊക്കെയാണ്. പക്ഷേ ഒറ്റയ്ക്ക് നിന്ന് കുക്ക് ചെയ്യുവാൻ മാത്രം കോൺഫിഡന്റ് ഒന്നുമല്ല ഞാൻ. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ഒൺഹോയുടെ അടുത്ത് അവള് ചോദിക്കുമ്പോഴത്തേക്കും ഒരു രഹസ്യവും എല്ലാ കാലവും ഒളിപ്പിച്ചു വെക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ എന്നും ഒരാളെ ആശ്രയിച്ച് കഴിയുവാനും പറ്റില്ല. നീ നല്ലൊരു ഷെഫാണ്. അതുകൊണ്ട് തന്നെ നീ ആദ്യം നിന്നിൽ വിശ്വസിക്കണം. മറ്റാരെയും ആശ്രയിക്കുവാനായിട്ട് നിൽക്കല്ലേ എന്നൊക്കെ അസിസ്റ്റന്റിന്റെ അടുത്ത് ഉൺഹോ പറയുന്നതെല്ലാം തന്നെ ജിയോണും ശ്രദ്ധിക്കുന്നു. ബ്യോൾ ബുക്ക് സ്റ്റോറിൽ എത്തിയതിനു ശേഷം ജിയോൺ വരുവാനായിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ജിയോൺ വരുമ്പോഴത്തേക്കും ഞാനിപ്പോൾ വായിക്കുവാനായിട്ടൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ബുക്കൊക്കെ ബ്യോളും ജിയോണ് വായിച്ചു കളിപ്പിക്കുന്നു. വഴികളിൽ വീണുപോയാലും വഴികൾ വീണ്ടും വരുന്നതായിരിക്കും. എത്രത്തോളം ദൂരം സഞ്ചരിച്ചാലും ഏറ്റവും ഒടുവിൽ വീടായിരിക്കും സ്വപ്നത്തിൽ പോലും ഉണ്ടാവുക. ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ നേടിയെടുത്തിട്ടുണ്ടെങ്കിലും അവസാനം നമ്മൾ നമ്മുടെ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നതായിരിക്കും എന്നൊക്കെ ആയിരുന്നു ആ ഒരു ബുക്കിലും ഉണ്ടായിരുന്നത്. അതാണ് ഇവള് വായിച്ചു കളിപ്പിക്കുന്നത്. ഗനേൽ ഹോട്ടലിലേക്ക് സെലക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഷെഫ് ഹാനിന്റെ ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തുന്നു. അവിടേക്ക് അസിസ്റ്റന്റ് ഷെഫ് ഒക്കെ എത്തുമ്പോഴത്തേക്കും ഷെഫ് ഒന്ന് പേടിക്കുന്നുണ്ടെങ്കിൽ പോലും ഷെഫ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഞങ്ങളുടെ പുതിയ കാൻഡിഡേറ്റ് ആണ്. സോ ഇവൾക്ക് പറ്റിയൊരു സ്ഥലമൊക്കെ ഞങ്ങളും കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണെന്നായിരുന്നു ജിയോണും പറഞ്ഞത്. ഇത്രയും കാലം അസിസ്റ്റന്റ് നിന്നതുപോലെ തന്നെ ഇനിയും ഒളിച്ചും പാത്തും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമെന്നായിരുന്നു യഥാർത്ഥത്തിൽ ഷെഫ് വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ വളരെയധികം കോൺഫിഡന്റ് ആയിട്ടൊക്കെ മുന്നോട്ട് അസിസ്റ്റന്റ് ഷെഫ് വന്നതോർത്തിട്ട് ഷെഫും വളരെയധികം സന്തോഷിക്കുന്നു. അസിസ്റ്റന്റിന് ഫുഡ് സയന്റിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടെന്നൊക്കെ ജിയോണെയും അറിയിക്കുകയാണ്. അങ്ങനെ ഒരു കുക്കിൽ നിന്നും ഫുഡ് സയന്റിസ്റ്റ് ആകുവാനായിട്ടുള്ള ചലഞ്ചൊക്കെ സ്വീകരിക്കുവാനായിട്ട് ഉൺഹോ നൽകിയ കോൺഫിഡൻസ് ആയിരുന്നു തന്നെ ഹെൽപ്പ് ചെയ്തതെന്നും അസിസ്റ്റന്റ് പറയുന്നു. പക്ഷെ ആ ഒരു ജോലിയൊക്കെ തനിക്ക് കിട്ടുമോ എന്നൊരു സംശയമൊക്കെ അവൾക്കുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ റെസ്യൂമെ വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നീ ഓരോ ഫുഡിനെ കുറിച്ചും റിസർച്ച് ഒക്കെ ചെയ്യുവാനായിട്ട് എത്രത്തോളം ടൈം എടുത്തു എന്നൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് ജോലി കിട്ടുമെന്നൊക്കെ ജിയോണ് ഉറപ്പിച്ചു പറയുന്നു. ജിയോണും ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരാളെ പ്രശംസിച്ചുകൊണ്ടൊക്കെ അല്ലെങ്കിൽ കോൺഫിഡൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു കാര്യമൊക്കെ പറയുന്നതായിട്ട് ഉൺഹോയുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടായിരുന്നത്. സോ നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനും അറിയാമോ എന്നൊക്കെ ഉൺഹോയും അവളുടെ അടുത്തൊക്കെ ചോദിക്കുകയാണ്. അവളാകട്ടെ ഒരു ബുക്കിൽ നിന്നും തനിക്ക് കിട്ടിയ കാര്യങ്ങളാണ് ഇത് എന്നൊക്കെ അവനോടും പറയുന്നു. പിന്നീട് അസിസ്റ്റന്റിനും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ജോലിയൊക്കെ കിട്ടുകയാണ്. ഷെഫിനെയും അസിസ്റ്റന്റിനെയും കുറിച്ചൊക്കെ ഉൺഹോയും ജിയോണും സംസാരിച്ചൊക്കെ നടന്നു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഹെഡ് ഹണ്ടിങ് എന്ന ജോലിനെ കുറിച്ച് ഇപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. ഓരോ ആൾക്കാർക്കും ഓരോ കഴിവായിരിക്കും ഉണ്ടാവുക. അതൊക്കെ കണ്ടെത്തി അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ജോലി ഏതാണോ അതൊക്കെ തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ് ഹെഡ് ഹണ്ടിങ് വഴി ചെയ്യുന്നത്.
എന്തായാലും ഈ ഒരു ജോലിയും അതുപോലെ തന്നെ ഈ കമ്പനിയുടെ സിഇഒ ആയിട്ടുള്ള നീയും അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് ഓൺഹോയിൽ നിൽക്കുന്നു. ആ ഒരു സമയത്ത് ഇപ്പോൾ മഴയൊക്കെ വരുവാനായിട്ട് ചാൻസ് ഉണ്ടെന്നൊക്കെ ഓൺഹോ പറയുന്നുണ്ടെങ്കിലും മഴ പെയ്യുകയില്ല എന്ന വിശ്വാസത്തിലായിരുന്നു ജിയോണും നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അപ്പോൾ തന്നെ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും കയ്യിലുണ്ടായിരുന്ന കുടയൊക്കെ അവനും നോർക്കുന്നു. പക്ഷെ കുട്ടികളുടെ രീതിക്കുള്ള ഒരു കൂടെയൊക്കെ ആയിരുന്നു അത്. അത് കണ്ട് കഴിയുമ്പോൾ തന്നെ ജിയോണും ചിരിയൊക്കെ അടക്കുവാനായിട്ട് പോലും സാധിക്കുന്നില്ല. എന്തായാലും അവർ രണ്ടുപേരും കൂടി മഴയത്തൂടെ ആ കുടയും ചൂടിക്കൊണ്ട് നടന്നൊക്കെ പോവുകയാണ്. അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നത്. മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഉൺഹോയും ജിയോണും കൂടി അവിടെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു കടയിലേക്കൊക്കെ കയറുകയാണ്. എന്തായാലും കടയിൽ എത്തിയതല്ലേ, അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ഉൺഹോ നിൽക്കുമ്പോഴത്തേക്കും അവളും അവൾക്ക് വേണ്ടിയിട്ട് മിന്റ് ചോക്ലേറ്റ് ഒക്കെ മേടിക്കുന്നു. കുറച്ച് കുട്ടികളൊക്കെ ഫുഡ് കഴിക്കുന്നത് കാണുമ്പോഴത്തേക്കും അവൾക്കും അതൊക്കെ കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നുകയാണ്. സോ ഉൺഹോയും അവിടെ ഉണ്ടായിരുന്ന ഫുഡൊക്കെ തന്നെ മേടിച്ചിട്ട് അപ്പോൾ തന്നെ ഉണ്ടാക്കി അവൾക്കും കഴിക്കുവാനായിട്ടൊക്കെ കൊടുക്കുന്നു. അത് വെറൈറ്റി ആയിട്ടുള്ള രീതിക്കൊക്കെ ആയിരുന്നു അവൻ ഉണ്ടാക്കിയത്. അത് കണ്ടിട്ടുണ്ടായിരുന്ന ബാക്കി കുട്ടികളും നമുക്കും ഇതൊക്കെ മേടിച്ചാലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഫുഡ് എപ്പോഴും നമുക്കൊരു കംഫർട്ടൊക്കെ തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വയറ് നിറയുകയാണെങ്കിൽ മനസ്സും നിറയുന്നതാണ്. അതുകൊണ്ടാണ് ഇതുപോലത്തെ രീതിയിലൊക്കെ ഞാനും ഫുഡൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നതെന്ന് അവനും പറയുന്നു. ഫുഡ് കഴിക്കുവാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കുമാണ് അവളുടെ കയ്യിൽ ഹെയർ ടൈ ഇല്ല എന്ന കാര്യമൊക്കെ അവൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇരിക്കെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഹെയർ ടൈ ഒക്കെ അവൻ അവൾക്ക് നൽകുന്നു. അവളും അതൊക്കെ മുടിയിൽ കെട്ടിയതിനു ശേഷം വളരെ ഇഷ്ടപ്പെട്ട് തന്നെ അവൻ ഉണ്ടാക്കി കൊടുത്ത ഫുഡൊക്കെ കഴിക്കുകയാണ്. അവനും കാറൊക്കെ എടുക്കുവാനായിട്ട് കുട എടുക്കാതെ ഓടിയൊക്കെ പോകുന്നത് കണ്ട് കഴിയുമ്പോഴത്തേക്കും അവളും നേരത്തെ അവന്റെ കയ്യിലുണ്ടായിരുന്ന കുടയൊക്കെ നിവർത്തിക്കൊണ്ട് ആ ഒരു മഴയത്ത് നിൽക്കുന്നു. ഹെഡ് ഹണ്ടിങ് കമ്പനീസിന്റെ ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുന്നതായിട്ട് ജിയോണും മനസ്സിലാക്കുകയാണ്. പക്ഷേ ആ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുവാനായിട്ട് അവൾക്ക് ഒട്ടും തന്നെ ആഗ്രഹമില്ലായിരുന്നെങ്കിലും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വായിച്ചു നോക്കുമ്പോഴത്തേക്കുമാണ് അവരൊരു ഹെഡ് ഹണ്ടിങ് അക്കാഡമി ഒക്കെ രൂപീകരിക്കുവാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ജിയോണും മനസ്സിലാക്കുന്നത്. നേരത്തെ അവൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കരിയർവേയുടെ ഒരു സിഇഒ ഉണ്ടായിരുന്നല്ലോ, സിഇഒ ലീ. സോ പുള്ളി മരിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ പുതിയതായിട്ട് ഇടുന്ന അക്കാഡമിക്ക് പുള്ളിയുടെ പേരൊക്കെ ഇടുവാനായിട്ടാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പരിപാടിയൊക്കെ നടത്തുന്നതിൽ ചെയർപേഴ്സൺ തന്നെ ഹൈജിനാണ്. ഫീമെയിൽ സിഇഒമാരുടെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങുന്ന മാഗസീൻ ഒക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിലെ ഒരു ആർട്ടിക്കിളിന് വേണ്ടിയിട്ട് 7 സിഇഒസിന്റെ ഇന്റർവ്യൂസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. ആ ഒരു കൂട്ടത്തില് നമ്മുടെ ജീവനെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് അവളുടെ ഫോട്ടോസ് ഒക്കെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫോട്ടോഷൂട്ടിൽ ഹൈജിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജിയോന്റെ ഫോട്ടോ സെക്ഷൻ തീർന്നിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടി നേരത്തേക്ക് എത്തിയതായിരുന്നു ഹൈജിനും. വെറുതെ പ്രശ്നമൊക്കെ ഉണ്ടാക്കുവാനായിട്ട് മാത്രമാണ് അവൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നത് പോലും. ഇപ്പോൾ ജിയോണും ഹൈജിനും കൂടി ഇരുന്ന് സംസാരിക്കുന്നു. നീ സിഇഒ ലീയുടെ പേരിലല്ലേ പുതിയതായിട്ട് അക്കാഡമി ഒക്കെ തുടങ്ങുവാനായിട്ട് പോകുന്നത്? ആ ഒരു പരിപാടി ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്തോ? ഇത്രയും നാളും നീ ലീയുടെ പേരൊക്കെ പറഞ്ഞിട്ട് കുറെ അധികം മുതലെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി അങ്ങനെ ചെയ്യുവാനായിട്ട് പാടില്ല. നീ ഇനിയും ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനെതിരെ പ്രതികരിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ജിയോൺ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അടുത്ത ആഴ്ച ലീയുടെ മക്കള് മിഡിൽ സ്കൂളിലേക്കൊക്കെ ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ഡിന്നർ പാർട്ടിയൊക്കെ തരുവാനായിട്ട് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നീ ഫ്രീ ആണെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്നോ? പിന്നെ ലീനെ കൊന്നത് നീ ആയതുകൊണ്ട് തന്നെ അത് നിനക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടാക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഹൈജിനും പോവുകയാണ്. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും കാണാം. ബൈ.